ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന്, എൻ്റെ പേര് ബിന്ദു. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായി അറിയുന്നത് ഇവിടെ ഉടമ്പടി എടുത്ത ഒരാൾ തന്നെ എന്നോട് പറഞ്ഞ്, എൻ്റെ വിഷമം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയാൽ മതി, നിൻ്റെ വിഷമങ്ങളെല്ലാം അമ്മ മാതാവ് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു, അമ്മയോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിന് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖമായി കഴിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ കൂടാതെ ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ യൂറിൻ പോകുന്നില്ല, ഒരു ട്യൂബ് കല്ല് സ്റ്റക്കായിരിക്കുവാണ്, അതുകൊണ്ട് ഓപ്പറേഷൻ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് പറഞ്ഞു, ഞാൻ കത്തി വെക്കാൻ എന്നെ സമ്മതിക്കത്തില്ല, എൻ്റെ അമ്മ മാതാവ് എന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്നും രാത്രിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഈശോയോട് പറഞ്ഞു, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ആ കല്ല് വേദനയൊന്നും കൂടാതെ ഒഴുകിക്കളയണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കല്ല് പോയതുപോലും എൻ്റെ ഭർത്താവ് അറിഞ്ഞില്ല, ബാത്റൂമിനകത്ത് കിടക്കുന്ന കല്ല്. അങ്ങനെ അമ്മ മാതാവും ഈശോയും കൂടെ ആ ഒരു രോഗസൗഖ്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ മകന് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് എല്ലാം തടസ്സങ്ങളായിരുന്നു, ഒന്നും നടക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ഏജൻറ്റിനെ കണ്ടുമുട്ടി 2,50,000 രൂപ ജോലിക്ക് വേണ്ടി ഞങ്ങളുടെ നിന്നും വാങ്ങിച്ചു. 120 ദിവസം ഞങ്ങളോട് പറഞ്ഞത്. ഒരു 3 മാസവും കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു അറിവും തന്നില്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തു പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് ഏജൻറ്റ് അവിടെ നിന്ന് മുങ്ങിയെന്നാണ് വീട്ടുകാർ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അമ്മയുടെ ഉപ്പ് എടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞങ്ങൾ പണയം വെച്ച് അടച്ച പൈസയാണ്, ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോകാതെ അമ്മ മാതാവ് അത് തിരികെ മേടിച്ച് തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ മാതാവ് എനിക്കൊരു മറുപടി എനിക്ക് തരണമെന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ, അത്രയും ദിവസം വിളിക്കാതിരുന്ന ഏജൻറ്റ് അന്ന് രാത്രി ഞങ്ങളെ വിളിച്ചിട്ട് പറയുക, ഒരാഴ്ചക്കകം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരുമെന്ന്. അങ്ങനെ ഒരാഴ്ചക്കകം തന്നെ 1 രൂപ പോലും നഷ്ടപ്പെടുത്താതെ അമ്മ മാതാവ് ആ പൈസ ഞങ്ങൾക്ക് തിരികെ മേടിച്ചു തന്നു. അമ്മയ്ക്കും തിരുകുമാരനും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. പിന്നെ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാനൊരു തയ്യൽ തൊഴിലാളിയാണ്. ഒരു ദിവസം പോലും എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി ഇന്ന് വരെയും രാവിലെ തുണിയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അന്നേ ദിവസം രാവിലെ അനിയത്തി വീട്ടിൽ വന്ന് നേരെ അടുക്കളയിലോട്ടാണ് ചെന്നിട്ട് പറഞ്ഞു, ഗ്യാസിൻ്റെ മണമുണ്ട്, നോക്കണേന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പനി ആയതുകൊണ്ട് ഗ്യാസിൻ്റെ മണമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അവൾ പറഞ്ഞ് തുണിയും തന്നിട്ട് അങ്ങ് പോയി. പക്ഷെ ഞാൻ മോന് ചോറ് എടുത്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്യാസിൻ്റെ ട്യൂബും അടുപ്പും കൂടെ കണക്ട് ചെയ്യുന്ന ഭാഗം നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ അമ്മ മാതാവാണ് അനിയത്തിയുടെ രൂപത്തിൽ എന്നെ വന്ന് രക്ഷിച്ചത്. അന്നത് അവൾ വന്നില്ലായിരുന്നെങ്കിൽ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് എന്ത് സംഭവിക്കുമായിരുന്നു. അങ്ങനെ അമ്മ മാതാവ് ആ ഒരു അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. പിന്നെ അടുത്ത ദിവസമാണെങ്കിൽ ഞാൻ തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത പറമ്പിലെ ഒരു തേക്ക് മരം വെട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ എല്ലാം നോക്കിയിട്ട് ആരും വിറകൊടിക്കുന്ന പോലും സൗണ്ടില്ല, മഴയുമില്ല, കാറ്റുമില്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ തുണി അലക്കിക്കൊണ്ടിരുന്ന കല്ലിൻ്റെ മരം പിഴുത് വീഴുന്നതായിട്ട് എനിക്ക് പോലും ഇല്ലായിരുന്നു. ഞാൻ തുണി അലക്കി തിരിഞ്ഞ നിമിഷം തന്നെ ആ തേക്ക് പിഴുത് വീണ് ഞാൻ തുണി അലക്കിക്കൊണ്ടിരുന്ന കല്ല്, ആ ഷീറ്റും എല്ലാം കൂടെ തകർന്ന് ഞാൻ നിന്നിടത്തോട്ടാണ് മറിഞ്ഞു വീണത്. അമ്മ മാതാവ് ആ ഒരു അപകടത്തിൽ നിന്നും അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു. ഞാൻ കത്തിച്ചുകൊണ്ടിരുന്ന മെഴുകുതിരിയിൽ അമ്മ മാതാവിൻ്റെ രൂപം എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ എനിക്കൊരു അനുഭവം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികൾ ഞാൻ തയ്ക്കാൻ പോകുന്നത് ഒരു സന്യാസിനി സമൂഹത്തിലാണ്. അവിടെ സ്നേഹതീരത്തിൽ വളർച്ചയില്ലാത്ത അമ്മമാരുണ്ട്. അവർക്കെല്ലാം ഞാൻ വസ്ത്രവും ആഹാരവും ഞാൻ മേടിച്ചു കൊടുക്കുമായിരുന്നു. പത്രം ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി ഞാൻ പോകുന്ന എല്ലായിടത്തും ഞാൻ കൊണ്ട് കൊടുക്കും.
കുറേ പേരൊക്കെ കളിയാക്കുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് പത്രം മേടിക്കാതെ വേണ്ടാന്നുള്ള പുച്ഛത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ സാരമില്ല, കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഞാൻ പത്രം തിരിച്ചു വരെ മേടിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് വേറെ എനിക്ക് അങ്ങനെ ഒരു വിഷമം ആദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഞാൻ വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിച്ച് ഞാൻ വേറെ ആൾക്കാർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. ആത്മീയ ജീവിതം എല്ലാ ചൊവ്വാഴ്ചകളും ഞാൻ ധ്യാനം കൂടുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആശ്രമത്തിൽ അവിടെ പോകുന്നതുകൊണ്ട് അവിടെ പ്രാർത്ഥനയുണ്ട്. അവിടെ ഞാൻ സിസ്റ്റർമാരുടെ കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമായിരുന്നു. എനിക്ക് ഇത്രയും അനുഭവങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 4-ാം വചനമാണ്. സുഖപ്പെടുത്തണമേ എന്ന പ്രവാചകൻ്റെ പ്രാർത്ഥനയാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഒരുപക്ഷെ രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടാനുള്ള പ്രാർത്ഥനയുമായിട്ടാവാം. ശാരീരിക സൗഖ്യം മാത്രമല്ല, മനസ്സിലെ ഓരോ മുറിവുകളും, ബന്ധങ്ങളിലെ തകർച്ചകളാവാം, കുടുംബത്തിലെ പ്രശ്നങ്ങളാവാം, കടബാധ്യതകളാവാം, എന്തു തന്നെ ആയാലും കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും കൃപാസനം അമ്മ, പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ അടുക്കിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. ഉടമ്പടിയിലൂടെ ഉടമ്പടി മക്കൾ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പാപഭാരങ്ങളും ദുഃഖഭാരങ്ങളും കുടുംബ പ്രശ്നങ്ങളുമെല്ലാം ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിന്ന് അത് നീക്കി നിർത്താൻ സഹായിക്കുന്നത്. യഥാർത്ഥ രക്ഷകൻ ദൈവം മാത്രമാണ്. കൃപാസന സന്നിധിയിൽ അമ്മയിൽ കൂടെ നമുക്ക്, അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് നമുക്ക് സൗഖ്യവും ആശ്വാസവും ലഭിക്കുന്നത്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിലും ബിന്ദു എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും ഈശോ സൗഖ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിലും. എന്തു തന്നെയായാലും, പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും, ബുദ്ധിമുട്ടുകൾ എന്തു തന്നെയായാലും വിശ്വാസത്തോടെ നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ അമ്മയുണ്ട് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കാൻ. ഈശോയുണ്ട് നമ്മെ സംരക്ഷിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബിന്ദുവിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.